ചൂട് അധികമുണ്ടോ? നിന്റെ മുക്കലും മൂളലും കേൾക്കുമ്പോ ഒക്കെ എനിക്ക് വേണ്ടി മനോല്ലാ മനസ്സോടുകൂടി ചെയ്യണ പോലെ ഉണ്ട്. സ്ഥലം വാങ്ങിയത് വിട്ടിത്തായും തോന്നണ്ടോ? ഓ രാഘവ, അതല്ല. വേണ്ടെങ്കി ഇപ്പൊ പറഞ്ഞോ. കൊടുത്ത വിലയിൽ 100 200 ലാഭം വെച്ചെന്ന് ഞാൻ എടുത്തോളാം. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ പറ്റിയേ? കാല് തെറ്റി ആട്ടുംകൊല്ലിയിൽ വീണതാ. കാര്യായിട്ടൊന്നും പറ്റില്ല. ഇതാ നോക്കൂ, ആരാ വന്നിരിക്കണേ നോക്കൂ. അച്ഛാ, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വള്ളിയമ്പല് തങ്ങിയിരുന്നു. ഞാൻ ബൈക്കുട്ടിയെ തെളിക്കുമ്പോഴാ കണ്ടത്. ആട്ടുംകൊല്ലി എന്ന് പേര് വന്നത് എങ്ങനെയെന്നറിയാമോ? ഇരളന്മാര് മുമ്പ് കാട്ടാടിനെ പായിപ്പിച്ച് ചാടിക്കും. താഴെ ഇറച്ചി പറക്കാൻ നേരത്തെ ആള് പോയിട്ടുണ്ടാവും. ദൈവാധീനം. ആ വഴിക്ക് ആരെങ്കിലും നടക്കുവോ ബാല? പോട്ടെ, വലിയ അപകടമൊന്നും പറ്റിയില്ലല്ലോ. സമാധാനം. അങ്ങനെ എളുപ്പം ചാവില്ല. അസല് പനിയുണ്ടല്ലോ, നോക്കട്ടെ. പടം തിരിഞ്ഞതാ. എല്ലിനൊന്നും പറ്റിയിട്ടൊന്നും തോന്നില്ല. അവിടെ കിടക്കാം. വേണ്ട വേണ്ട വേണ്ട. എന്തിനാ അത്? ഇവിടെ കിടക്കട്ടെ. വയ്യാത്തോടത്ത് അനക്കണ്ട. പനിയുള്ളപ്പോ കഞ്ഞി മതി. കഴിക്കാൻ വെച്ചിട്ടുണ്ട്. പതുക്കെ എഴുന്നേറ്റിരുന്നോളൂ. വയ്യ എണീക്കാൻ. അച്ഛനാ കോഴിക്കോടൊന്ന് ശരിയാക്കോ? ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായി കോഴികൾ ഇല്ലാണ്ടാവും. അത്രേ ഉള്ളൂ. കിടന്നോളൂ, പേടിക്കണ്ട. പെണ്ണുങ്ങളോട് കരഞ്ഞു പിഴിഞ്ഞ് പയ്യാരം പറയുന്നാണ് ഞാൻ കരുതിയത്. ഇത് നമ്മൾ ആണുങ്ങൾ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ്, അല്ലേ? നീ അത് ചെയ്യില്ല എന്നറിയാം. ഉശിരി വിട്ടുള്ള കളിയില്ലല്ലോ എന്നും. നീ സ്ഥലം വിടുമെന്ന് വിചാരിച്ചു. പോയില്ലേ? എന്തിന്? എന്റെ എല്ലാം ഇവിടല്ലേ, എന്തിനോടണം? ഓ, നീ ഉണ്ടല്ലോ എന്നാവും. അമ്പലത്തിലെത്തിയ ചൂതുവെട്ടില്ലെന്ന് പറയില്ലേ? കുട്ടിക്കാലത്ത് തായം കളിക്കുമ്പോ തൽക്കാലം അതുപോലെയെന്ന് വെച്ചു. ധൈര്യമായി കിടപ്പോ. ഒരു സന്ധി. നീ ഒന്നും ഇവിടെ മിണ്ടില്ല എന്ന വ്യവസ്ഥ. ഇവിടെ വെച്ച് ഞാനും ഒന്നും ചെയ്യില്ല. അതിന് കൈയടിക്കാം. മിണ്ടിയാലും ഇവിടെ ഒരാളും വിശ്വസിക്കാനും പോണില്ല. ചുമ്മാതെ എണ്ടി തിരിഞ്ഞു വന്നാൻ പറയുന്ന കള്ളക്കഥ. അല്ലാതെന്ത്? സമ്മതിച്ചോ ഞാൻ പറഞ്ഞത്? വലിക്കാനെ ആനങ്ങോട്ട് വലിയാനെ.
നീ വലിക്കാന് നീ വലിയ നീ വലി പിടിയാ റെഡി പ്ലീസ്. സ്മൈൽ വിളിക്കടാ. സ്മൈൽ. സ്മൈൽ എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ എന്താ ഇങ്ങനെ ഹായ്, നേരെ നില്ലാനെ. മൂപ്പര് നല്ല കളിയിലാ. ആ ബാല, നീ ലോറി എടുക്കുന്ന കാര്യം എന്തായി? കൊറേ കാശ് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ ബാലൻ ലോറി നടക്കുന്ന കാണാം. തന്നോട് ആര് പറഞ്ഞു? ആനക്കാരൊക്കെ പറയണ കേട്ടു. പിന്നെ കൂപ്പിലെ ആൾക്കാരും പറഞ്ഞു. കള്ളക്കളിയാ ഈ പരിപാടി ഇവിടെ പറ്റത്തില്ല. രാജു എന്താ വിളിക്കുന്നത്? ഒരു കൈ നമ്മൾ ശരിക്ക് വറുത്തു. അത് തന്നെ. ഇതകത്ത് പോണതും വരണതും ഇവറ്റുകൾ കാണില്ല. അതൊരു നാക്ക് നിന്റെ എല്ലിപ്പൊ വെള്ളായന്. എന്റെ തൂവാലയും പോയി. ചേട്ടാ 2 ചായ. ബാല, അവിടെ ഒരു പകച്ചുണ്ട്. അവക്കൊരു 25 പോലിച്ച സമാധാനമായിട്ട് ലാസ്റ്റ് ബസ് കയറാം. ബസ് കയറ്റിയ ഇവിടെ നട്ടം തിരിയും പറഞ്ഞേക്കാം. വാടൂ. ഞാനില്ല. ഇന്നലെ കൂപ്പിലെത്തണം എന്ന് പറഞ്ഞ കണാരേട്ടൻ. അവര് വേറെ ആളെ എടുത്താ കുത്തനെ മടങ്ങേണ്ടി വരും. നീ പറഞ്ഞിണ്ടാ? ബസ് ഏറ്റവും ലോറി കിട്ടും. നീ വാ. ഞാനില്ല. കച്ചറ ഉണ്ടാക്കി നിലയും വെളിയും കൂട്ടിയാ ഞാൻ വരില്ല പറഞ്ഞേക്കാം. നീ പറഞ്ഞിണ്ടോ? ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാ. നീ ഓളൊന്ന് കണ്ടു നോക്ക്. നീ എവിടെ പോയി തൊലഞ്ഞാലും വേണ്ടില്ല, ഞാനില്ല. എവിടെ? ഇവൻ നേരെയാവില്ല. കടുപ്പത്തിൽ 2 ചായ. ആ കഴിക്കാനോ എന്തെങ്കിലും എടുത്തോ. അയ്യോ കൊല്ലണേ, ഓടി വന്നേ, അയ്യോ നീ പടച്ചോനെ, ഓടി വന്നേ, അയ്യോ വണ്ടി വന്നേ, അയ്യോ ഞമ്മക്ക് ജാടില്ല. നോക്കി ഓടി വാങ്ങോട്ട്. എന്താ അയ്യോ അയ്യോ വിളവാല. എന്റെ രാജു, നീ പണ്ടാറങ്ങാൻ എനിക്കറിയോ ഓക്ക് ഒരു കെട്ടിയുള്ളത്. എന്താ ഉണ്ടായത്? അവൻ കത്തി എടുത്തപ്പോ ഞാൻ ആദ്യം കുത്തി. പുറത്തിറക്കാൻ വരെ വഴി കാണണ്ടേ? മരണം. അയാൾക്ക് അപകടമല്ലോ. മാഞ്ഞോണം പറഞ്ഞിട്ട് കയ്യിലുള്ള കാശ് എടുക്ക. ഉള്ളത് എടുക്കണ പാല. എന്നെ കൂടെ കഴിയുമ്പോ കേട്ടല്ലടാ. ഉള്ളത് താ പാല. നിന്റെ ഉള്ളതാ. വല്ല ദിക്കിലും പോയി രക്ഷപ്പെടട്ടെ. നേരെ കളയല്ലേ. അവനെവിടെ? എനിക്കറിയില്ല. നീ പറയില്ലല്ലേ? എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അവനെവിടെ? എനിക്കറിയില്ല.